ക്ലാസ്സിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റും അതോടൊപ്പം തന്നെ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആയ സിയോളൈറ്റിനെ കുറിച്ചുമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കോംപ്ലെക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് which are produced by living plants and animals. They are actually protein molecules of high molecular mass. ഇപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. അവരുടെ മോളിക്കുലർ മാസ് ഹൈ ആണ്. അത് ആനിമൽസും പ്ലാന്റ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻസൈംസ് ആർ കോംപ്ലെക്സ് നൈട്രോജീനിയസ് organic compounds which are produced by living plants and animals. They are actually protein molecules of high molecular mass. Numerous reactions that occur in the bodies of animals and plants to maintain the life process are catalyzed by enzymes. The enzymes are thus termed as biochemical catalysts and the phenomena is known as biochemical catalysis. എൻസൈംസ് ഹൈ മോളിക്കുലർ മാസ് ഉള്ള പ്രോട്ടീൻസ് ആണ്. ദേ ആർ കോംപ്ലെക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മുടെ അതായത് ലിവിങ് ബോഡീസിൽ ഉള്ളതായ പ്രോസസ്സിനെ എല്ലാം നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്ന പ്രോസസ്സ്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിനെ എല്ലാം കാറ്റലൈസ് ചെയ്യുന്നതാണ് ആര്? ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളായ എൻസൈംസ്. അതുകൊണ്ടാണ് അവരെ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഫിനോമിനയെ ബയോകെമിക്കൽ കറ്റാലിസിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ നമ്മൾ ച്യൂ ചെയ്യുമ്പോൾ നടക്കുന്ന സലൈവയിൽ നിന്നുണ്ടാകുന്ന ആക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വയറിൽ ചെന്നിട്ട് സ്റ്റൊമക്കിൽ ചെന്നിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഇതെല്ലാം എൻസൈമിൻ്റെ പ്രസൻസിൽ നടക്കുന്ന, നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്തെല്ലാം ഫങ്ഷൻസാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതിനെല്ലാം കാറ്റലൈസ് ചെയ്യുന്നതാണ് ബയോകെമിക്കൽ കാറ്റലിസ്റ്റായ എൻസൈംസ്. എക്സാമ്പിളാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. അതായത് കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവേർട്ടേസ്. മറ്റൊരു എക്സാമ്പിളാണ് ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളാക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് സൈമേസ്. ഇനി എൻസൈമിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ്. അതായത് 1 molecule of an enzyme may transform 1 million molecules of the reactant per minute. അപ്പോൾ ഹൈ സ്പീഡിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നടക്കുന്നതാണ് എൻസൈമിൻ്റെ റിയാക്ഷൻസ്. നമുക്കറിയാം ഈസ്റ്റ്, നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ മാവിൽ ഈസ്റ്റ് ഇടുമ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ ക്വാണ്ടിറ്റിയെ അപേക്ഷിച്ച് ഒരു ചെറിയ 3-4 തരികളാണ് നമ്മൾ ഈസ്റ്റ് ഇടുന്നുള്ളൂ, അല്ലേ? അപ്പോൾ മില്യൺ മോളിക്യൂൾസിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വളരെ മൈന്യൂട്ട് എമൗണ്ട്, 1 molecule ഓഫ് ആൻ എൻസൈം, അത്രയൊക്കെ മതി ആ റിയാക്ഷൻ നടക്കാനായിട്ട്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റിന് ഒരു പെർട്ടിക്കുലർ റിയാക്ഷനെ മാത്രമാണ് കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1 catalyst cannot catalyze more than 1 reaction. An example ആണ് urease catalyzes the hydrolysis of urea only. It does not catalyze hydrolysis of another amide. അതായത് ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് മാത്രമാണ് കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത പോയിന്റ് നോക്കിയേ. എൻസൈമിൻ്റെ ആക്ഷൻ എപ്പോഴും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറിലാണ് നടക്കുകയുള്ളൂ. Optimum temperature for enzymatic activity is in between 298 to 310 Kelvin ആണ്. അതുപോലെ തന്നെ എൻസൈമിൻ്റെ ആക്ഷൻ ഒരു മോഡറേറ്റ് പി എച്ചിലുമാണ് നടക്കുകയുള്ളൂ. ഓപ്റ്റിമം പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞത് 5നും 7നും ഇടയിലാണ്. അപ്പോൾ the rate of an enzyme catalyzed reaction is maximum at a particular pH called
optimum pH which is between pH values 5 to 7. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈംസ്. അപ്പോൾ the enzymatic activity is increased in the presence of non-protein part known as coenzymes. അപ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്ന നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്നതാണ് കോഎൻസൈംസ്. Activators are generally metal ions such as Na+, Mn2+, CO2+, Cu2+, etc. These metal ions are weakly bonded to enzyme molecules which increase the catalytic activity. ഇപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്നവരാണ് കോഎൻസൈംസും ആക്ടിവേറ്റേഴ്സും. കോഎൻസൈം എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ടും ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് മെറ്റൽ അയോൺസും ആണ്. ഈ മെറ്റൽ അയോൺസ് എൻസൈമുമായിട്ട് വീക്കായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അമിലേസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് Na+ അയോൺസ് ആർ കാറ്റലിറ്റിക്കലി വെരി ആക്റ്റീവ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയ്സൺസ്. നമ്മൾ സാധാരണ കാറ്റലിസ്റ്റ് പറഞ്ഞപ്പോഴും ഇൻഹിബിറ്റർ എന്താണ്, പോയ്സൺ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻസൈമാറ്റിക് റിയാക്ഷനകത്തും ഇതുപോലെ തന്നെ പോയ്സൺസ് ഉണ്ട്. ലൈക്ക് ഓർഡിനറി കാറ്റലിസ്റ്റ്, എൻസൈംസ് ആർ ഓൾസോ ഇൻഹിബിറ്റഡ് or poisoned by the presence of certain substances. The inhibitors or poisons interact with the active functional groups on the enzyme surface and often reduce or completely destroy the catalytic activity of the enzymes. ഇപ്പോൾ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് എൻസൈമിൻ്റെ സർഫസിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് അവരുടെ ആക്ടിവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. The use of many drugs is related to their action as enzyme inhibitors in the body. ഇനി അടുത്തതായി എങ്ങനെയാണ് ഈ എൻസൈം കറ്റാലിസിസ് നടക്കുന്നതെന്ന് നോക്കാം. എൻസൈം കറ്റാലിസിസ് ഇസ് സ്പെസിഫിക്. The shape determines which substrate they work with. അതായത് സബ്സ്ട്രേറ്റിൻ്റെയും കാറ്റലിസ്റ്റിൻ്റെയും രണ്ടിൻ്റെയും ഷേപ്പ്, അതായത് നമ്മൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് പറഞ്ഞ പോലെ തന്നെ ആ ലോക്ക് ആൻഡ് കീ മോഡലാണ് ഇവിടെ വരുന്നത്. അതായത് ഒരു പൂട്ടിനകത്ത് ഒരു സ്പെസിഫിക് താക്കോലായിട്ടാണ് തുറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അതേ ഷേപ്പും സൈസും ഉള്ള റിയാക്റ്റീവ് മോളിക്യൂളിന് മാത്രം വന്നാണ് ഈ എൻസൈമിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Enzymes bind temporarily to one or more of the reactants of the reaction they catalyze. In doing so, they lower the amount of activation energy needed by promoting the proper orientation between particles and then speed up the reaction. അപ്പോൾ എൻസൈംസ് ടെമ്പററി ആയിട്ടാണ് റിയാക്റ്റൻസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അത് ബൈൻഡ് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയും. ആക്ടിവേഷൻ എനർജി കുറഞ്ഞ് സ്പീഡ് ഓഫ് റിയാക്ഷനെ അതെന്ത് ചെയ്യും, കൂട്ടുകയാണ് ചെയ്യുന്നത്. എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസമായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, റിയാക്റ്റൻ്റ് എൻസൈമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത് കൊടുത്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് ആണ്. അപ്പം അതേ ഷേപ്പും സൈസും ഉള്ള റിയാക്റ്റൻ്റ് മോളിക്യൂളും എൻസൈമും കൂടെയാണ് അവിടെ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ബൈൻഡ് ചെയ്ത ശേഷം പ്രോഡക്റ്റും എൻസൈമുമായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ വേർതിരിയുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒന്നുകൂടി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതേ സൈസും ഷേപ്പും ഉള്ളത് ബൈൻഡ് ചെയ്ത ശേഷം ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിൽ നിന്ന് പ്രോഡക്റ്റും എൻസൈമും വേർതിരിഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ മെക്കാനിസം. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെക്കാനിസത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻസൈം സബ്സ്ട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് എൻസൈമും പ്രോഡക്റ്റുമായി വേർതിരിയുന്ന പ്രോസസ്സാണ്. ഈ മറ്റ് ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സാണ് നമുക്കറിയുന്നത്. ഹേബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അവിടെ സ്പോഞ്ചി അയണും മോളിബ്ഡനും പ്രൊമോട്ടറുമാണ് യൂസ് ചെയ്യുന്നത്. ഓസ്റ്റുവാസ് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ് ആണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ പ്ലാറ്റിനം ആസ്ബസ്റ്റോസ് ഓർ
വനേഡിയം പെൻഡോക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എൻസൈം കറ്റാലിസിസ് ൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും അതോടൊപ്പം തന്നെ അവരുടെ മെക്കാനിസം, എൻസൈം റിയാക്ഷൻ്റെ മെക്കാനിസവും ക്ലിയറായി എന്ന് കരുതുന്നു.